ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് ഒരു ക്രിസ്മസ് സ്പെഷ്യൽ റെസിപ്പിയാണ്. നല്ല കുറുകിയ ചാറോടൊക്കെ കൂടിയ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ സ്റ്റൂ ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പത്തിനും ഇടിയപ്പത്തിനും ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ഒക്കെ നല്ല കോമ്പിനേഷനാണ് ഈ ചിക്കൻ സ്റ്റൂ. ബ്രെഡിൻ്റെ കൂടെയും ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ അപ്പത്തിൻ്റെയും വെള്ളയപ്പത്തിൻ്റെയൊക്കെ റെസിപ്പി ഞാൻ ഇതിന് മുമ്പേ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കണേ. നമുക്ക് ഇന്നത്തെ റെസിപ്പിയിലേക്ക് കടക്കാം. 850 ഗ്രാം ചിക്കനാണ് ഞാൻ ഈ ചിക്കൻ സ്റ്റൂവിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിരിക്കുന്നതാണിത്. അപ്പം മീഡിയം സൈസിലുള്ള കഷ്ണങ്ങളാക്കി മുറിക്കുന്നതാണ് ചിക്കൻ സ്റ്റൂവിനൊക്കെ നല്ലത്. പിന്നെ എടുത്തിരിക്കുന്നത് 2 ചെറിയ പൊട്ടറ്റോ ഇതുപോലെ ക്യൂബ്സാക്കി മുറിച്ചത്, ഒരു മീഡിയം സൈസിലുള്ള ക്യാരറ്റ് ക്യൂബ്സാക്കി മുറിച്ചത്. ഇത് 2 മീഡിയം സവോള നീളത്തിൽ അരിഞ്ഞെടുത്തതാണ്. വഴറ്റാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് കനം കുറച്ചാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടുന്നത് 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞത്, രണ്ടും കനം കുറച്ചാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക്, ഞാനിപ്പോൾ ഇവിടെ 4 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. കൂടുതൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില. ഇത് കൂടാതെ കുറച്ച് മസാല എടുത്തിട്ടുണ്ട്. അതായത് 1 കഷ്ണം പട്ട, 5 ഏലക്ക, 5 ഗ്രാമ്പു, 1/2 ടീസ്പൂണോളം കുരുമുളക്, 1/4 ടീസ്പൂണോളം പെരുംജീരകം. നമ്മുടെ കറിയുടെ ടേസ്റ്റ് കൂട്ടാനും അതുപോലെ തന്നെ നല്ല തിക്കായിട്ടുള്ള ഒരു ഗ്രേവി കിട്ടാനും വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 10 കാഷ്യൂ നട്ടും കൂടെ എടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിരിക്കുന്നതാണിത്. ഒരു 15 മിനിറ്റോളം കുതിർത്തതിന് ശേഷം മിക്സിയിലിട്ടിട്ട് നല്ല ഫൈൻ പേസ്റ്റ് ആക്കി ഇതൊന്നും അരച്ചെടുത്ത് വെക്കണം. പിന്നെ സ്റ്റൂ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം തേങ്ങാപ്പാലിലായിരിക്കും നമ്മൾ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2.5 കപ്പോളം കട്ടി കുറഞ്ഞ തിൻ കോക്കനട്ട് മിൽക്ക്, അതായത് 2ാം പാൽ എടുത്തിട്ടുണ്ട്. പിന്നെ 1 കപ്പ് കട്ടിയുള്ള തലപ്പാലും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൂ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം ഞാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക. നാടൻ കറി ആയതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണയായിരിക്കും ചേർത്ത് കൊടുക്കാൻ നല്ലത്. ഇതിലേക്ക് നമുക്ക് ആദ്യം മസാല ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. മസാലയൊക്കെ മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ തിന്നായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കണം. സവോള ഇങ്ങനെ ബ്രൗൺ കളർ ആകുന്ന പോലെയൊന്നും വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ആ കളറൊക്കെ ഒന്ന് മാറി വന്നാൽ മതി. അതായത് ആ പിങ്ക് കളറിൽ തന്നെ ഇരിക്കണം സവോള. ബ്രൗൺ കളറൊക്കെ ആയി കഴിഞ്ഞാൽ നമ്മുടെ കറിയുടെ ആ ഒരു കളറും മാറിപ്പോകും. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഈ സവോള നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ സവോളയുടെ കളറ് മാറാതെ വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഇത് വഴറ്റിയെടുക്കുന്നത്. ഒത്തിരി തീ കൂടി കിടന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് സവോള അങ്ങ് മൂത്ത് പോകും. അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് തീ കുറച്ചിട്ടിട്ട് തന്നെ ചെയ്യുക. ഇപ്പോൾ സവോളയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. ഈ ഒരു പാകം മതി സവോളയ്ക്ക്. ഇതിലേക്ക് ഇനി നമുക്ക് ചെറുതായിട്ട് മുറിച്ച് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉടനെ തന്നെ നമുക്ക് ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് ഈ സമയത്ത് ഞാനിതിലേക്ക് ചേർക്കുന്നില്ല. ക്യാരറ്റ് പെട്ടെന്ന് വെന്ത് കിട്ടുന്നത് കൊണ്ട് തന്നെ ചിക്കൻ ഒരു പകുതി വേവായി കഴിഞ്ഞിട്ടാണ് ക്യാരറ്റ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാലിൻ്റെ 2ാം പാൽ, അതായത് കട്ടി കുറഞ്ഞ 2ാം പാൽ ചേർത്ത് കൊടുക്കാം. അതും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. ഇനി നന്നായിട്ടൊന്ന് തിളച്ച് തുടങ്ങുമ്പോഴത്തേക്കും മൂടി വെച്ച് ഈ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഒരു പകുതി വേവായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുത്ത് ബാക്കി വേവിച്ചെടുക്കണം. അപ്പോൾ ഉപ്പും എരിവും ഒക്കെ ഈ സമയത്തൊന്ന് നോക്കുക. കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഉപ്പും ചേർത്ത് കൊടുക്കാം. എരിവ് വേണമെങ്കിൽ കൂടുതൽ പച്ചമുളകും ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും മൂടി വെച്ച് നമുക്ക് ബാക്കിയും കൂടെ വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഒപ്പം ആ പൊട്ടറ്റോയും ക്യാരറ്റും ഒക്കെ ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ കാഷ്യൂ നട്ട് വെള്ളത്തോട് കൂടി നന്നായിട്ട് അരച്ചെടുത്ത് വെച്ചിരുന്നു. അത് ഈ സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുവാണ്.
കാഷ്യൂനട്ട് പേസ്റ്റ് ചേർത്തതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് കട്ടി തേങ്ങാപ്പാലാണ്. അപ്പം 1/4 കപ്പ് മുതൽ 1 കപ്പ് വരെ കട്ടി തേങ്ങാപ്പാൽ നമുക്ക് ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് കട്ടി തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചൂടായി വരുമ്പോഴത്തേക്കും തീ ഓഫ് ചെയ്യണം. ഒരുപാടിട്ട് തിളപ്പിക്കരുത് കട്ടി തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം. ഈ സമയത്ത് ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് കുറവാണെന്ന് തോന്നിയത് കൊണ്ട് കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തതിന് ശേഷം തീ ഓഫ് ചെയ്തു. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം നെയ്യിൽ കുറച്ച് ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് മൂപ്പിച്ച് ഇതിൻ്റെ മേലയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു ഭംഗിക്കും കൂടുതൽ ടേസ്റ്റിന് വേണ്ടിയിട്ട്. ഞാനിപ്പം ഇവിടെ അതൊന്നും ചെയ്യുന്നില്ല, ഇങ്ങനെ തന്നെയാണ് സെർവ് ചെയ്യുന്നത്. ഇപ്പോൾ കറി കാണുമ്പോൾ കുറച്ച് ലൂസായിട്ട് തോന്നുമെങ്കിലും ഇത് തണുക്കുമ്പോൾ കുറച്ചുകൂടെ കുറുകി വരും. ഇനി ഇതിലും കുറുകി, അതായത് നല്ല തിക്ക് ഗ്രേവിയാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ 2 ടീസ്പൂൺ കോൺഫ്ലവർ 1/4 കപ്പ് വെള്ളത്തിൽ കട്ടയൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. തീ ഓഫ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പേ വേണം ചേർത്ത് കൊടുക്കാൻ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം തീ ഓഫ് ചെയ്താൽ മതി കേട്ടോ. കറി തയ്യാറാക്കി 1 മണിക്കൂറെങ്കിലും ഒന്ന് അടച്ച് വെച്ചേക്കുക. അത് കഴിഞ്ഞിട്ട് വേണം സെർവ് ചെയ്യാൻ. അപ്പോഴേക്കുള്ള ആ കറക്റ്റായിട്ടുള്ള ടേസ്റ്റും അതുപോലെ ആ ഗ്രേവിയുടെ തിക്നെസ്സും ഒക്കെ വരികയുള്ളൂ. തേങ്ങാപ്പാലിലൊക്കെ ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ കറി നല്ല ടേസ്റ്റിയാണ്. ഒപ്പം നമ്മൾ ഒരുപാട് മസാലകളൊന്നും ഈ കറിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഈ ചിക്കൻ സ്റ്റൂ എല്ലാവരും വീട്ടിൽ തയ്യാറാക്കി നോക്കൂ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്നെ അറിയിക്കാൻ മടിക്കരുത്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും വിട്ടുപോകരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. വീണ്ടും വേറൊരു റെസിപ്പിയായിട്ട് കാണാം. അതുവരെ ബൈ ബൈ. താങ്ക് യു.